മുസ്ലിമീങ്ങളെ അവർ തള്ളിപ്പറഞ്ഞവരാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നിങ്ങൾ നോക്കൂ, പാരമ്പര്യ ഇസ്ലാമിന്റെ സ്വഭാവം ഇപ്പൊ നമ്മുടെ പ്രഭാഷണങ്ങൾ തന്നെ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പഴയ കാലത്തൊക്കെ നമ്മുടെ നാടുകളിൽ നല്ല വഴലുകൾ നടക്കാറുണ്ട്. അതിനെ ഇന്ന് നമ്മൾ പാതിരാ വഴല് എന്ന് പറഞ്ഞുകൊണ്ട് കളിയാക്കാറുണ്ട്. പക്ഷേ ആ വഴലുകളിലൊക്കെ എന്താണ് സംഭവിക്കാറുള്ളത്? വലിയ പണ്ഡിതന്മാർ, നല്ല സ്വാലിഹീങ്ങളായ മനുഷ്യന്മാരുടെ താഴ്മയുടെയും സ്നേഹത്തിന്റെയും ദയയുടെയും സാഹോദര്യത്തിന്റെയും യഥാർത്ഥ വക്താക്കളായ മഹാന്മാരായ സ്വാലിഹീങ്ങളുടെ ശരിയായ ചരിത്രങ്ങൾ ജനങ്ങളെ ബോധവൽക്കരിച്ചു. അത് പരസ്യമായി പറഞ്ഞു. അത് കണ്ടപ്പോൾ അമുസ്ലിമീങ്ങൾക്ക് ഇസ്ലാമിനെ കുറിച്ച് ഒരുപാട് പഠിക്കാൻ താല്പര്യമായി. ഒരുപാട് അമുസ്ലിമീങ്ങൾ ഇസ്ലാമിന്റെ സുന്ദരമായ തീരത്തേക്ക് ഒഴുകി വന്നു. പക്ഷേ ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ ഒരു നൂറ്റാണ്ട് കാലത്തോളമായിട്ട് ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ്? 1921 മുതൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് തൗഹീദും ശിർക്കും എന്ന് പറഞ്ഞിട്ട് ഗുരുവായൂരപ്പനെ വിളിക്കാൻ പറ്റുമോ? അതുപോലെ തന്നെ അമൃതാനന്ദമയ്യെ വിളിക്കാൻ പറ്റുമോ? ഇങ്ങനെ വിളിക്കാൻ പറ്റുമോ? പറ്റൂലേ? മുഹിയുദ്ദീൻ ശൈഖിനെ വിളിക്കാൻ പറ്റുമോ? റിഫായി ശൈഖിനെ വിളിക്കാൻ പറ്റുമോ? ഔലിയാക്കളെ വിളിക്കാൻ പറ്റുമോ? ഇങ്ങനെ ഔലിയാക്കളെ വിളിക്കുന്നതും ഗുരുവായൂരപ്പനെ വിളിക്കുന്നതും ഇങ്ങനെ അമുസ്ലിമീങ്ങളുടെ ഇടയിൽ നമ്മുടെ പ്രഭാഷണങ്ങൾ കേട്ട് കഴിഞ്ഞാൽ അവരുടെ ആരാധ്യ പുരുഷന്മാരെ നാം ചീത്ത വിളിക്കുകയാണ് എന്ന് തോന്നുന്ന വിധത്തിലുള്ള പ്രഭാഷണ രീതികൾ വരെ ഒരു നൂറ്റാണ്ട് കാലമായിട്ട് നമ്മുടെ കേരളത്തിന്റെ കവലകൾ തോറും ഇന്ന് അരങ്ങേറിക്കൊണ്ടിരിക്കുന്നതിന്റെ പിതൃത്വം ആർക്കാണ്? ഇവിടുത്തെ പാരമ്പര്യ മുസ്ലിമീങ്ങൾക്കാണോ? പഴയകാലത്തുള്ള ഇസ്ലാമിക പണ്ഡിതന്മാരുടെ സുന്ദരമായ പ്രഭാഷണങ്ങളും ഖൗഫുള്ള പ്രസംഗങ്ങളും കേട്ടുകൊണ്ട് ആളുകൾ അതിനെ പ്രശംസിച്ചിട്ടുണ്ടെങ്കിൽ, അത് കേട്ടുകൊണ്ട് ആളുകൾ കരഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇന്നത്തെ പ്രസംഗങ്ങൾ കേൾക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? തല്ലും പിടിയും അടിയും വക്കാണവുമല്ലേ? അതുകൊണ്ടാണ് ഇന്ന് കേരളത്തിൽ കടുത്ത വർഗീയത പ്രസംഗിക്കുന്ന ഒരു സ്ത്രീ പ്രഭാഷക പറഞ്ഞു അത്രേ, പാരമ്പര്യ മുസ്ലിമീങ്ങളോട് ഞങ്ങൾക്ക് വിദ്വേഷമില്ല, പാരമ്പര്യ മുസ്ലിമീങ്ങൾ ഞങ്ങളോട് ഒന്നും തന്നെ അമർഷമായി ചെയ്തിട്ടില്ല, പാരമ്പര്യ മുസ്ലിമീങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് ലഭിച്ചത് സ്നേഹം മാത്രമാണ്, പാരമ്പര്യ മുസ്ലിമീങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് ലഭ്യമായത് സൗഹാർദ്ദം മാത്രമാണ്. പക്ഷെ ഇന്നത്തെ നവീന മുസ്ലിമീങ്ങളുണ്ടല്ലോ, പുത്തൻവാദികൾ, സലഫികൾ, മുജാഹിദുകൾ, ഇസ്ലാഹികൾ, സലഫികൾ എന്നൊക്കെ പറയുന്ന ആ ടീമുണ്ടല്ലോ, ആ ടീമിൽ നിന്ന്, അവരുടെ പ്രസംഗത്തിൽ നിന്ന്, അവരുടെ പ്രഭാഷണങ്ങളിൽ നിന്ന്, അവരുടെ പ്രസിദ്ധീകരണങ്ങളിൽ നിന്ന് ഞങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കടുത്ത മതവിദ്വേഷമാണ്, മതസൗഹാർദ്ദത്തെ തകർക്കുന്ന രീതിയിലുള്ള മതപ്രചാരണമാണ് എന്ന് വിലയിരുത്തിയിട്ടുണ്ടെങ്കിൽ, വിലയിരുത്തിയ ആള് മോശമാണെങ്കിലും ആ വിലയിരുത്തൽ അതിലൊരു ശരി കടക്കുന്നില്ലേ? യഥാർത്ഥത്തിൽ ഈ സലഫി പ്രസ്ഥാനം സലഫിസത്തിന്റെ ആശയത്തെ, അവരുടെ സിദ്ധാന്തത്തെ ആശയാടിത്തറയായി സ്വീകരിച്ചതാണ് IS പോലുള്ള സംഘങ്ങൾ. ആ സംഘങ്ങളുടെ വളർച്ചയ്ക്കും അവരുടെ പ്രവർത്തനത്തിന്റെ ന്യായീകരണത്തിനും ഹേതുവായിട്ടുള്ളത് എന്ന് കൂലങ്കുശമായി നമുക്ക് പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും. സലഫി പ്രസ്ഥാനത്തിന്റെ സമാരംഭകൻ ആരാണ്? അതിന്റെ തുടക്കക്കാരൻ ആരാണ്? ഹിജ്റ 1100കളുടെ ആരംഭത്തിൽ ജന്മം കൊള്ളുകയും 1200കളുടെ ആരംഭത്തിൽ അന്ത്യം കുറിക്കുകയും ചെയ്ത സാക്ഷാൽ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് ആയിരുന്നില്ലേ? മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ പ്രവർത്തനങ്ങളല്ലേ ഇത്തരത്തിലുള്ള ചിന്താഗതികളിലേക്ക് ഇസ്ലാമിക സമൂഹത്തെ, അല്ലെങ്കിൽ മുസ്ലിങ്ങളിൽപ്പെട്ട ഒരു പറ്റം ആളുകളെ വഴിതിരിച്ചുവിട്ടത്? അത് സയ്യിദ് കുത്തുബാണെങ്കിലും ജമാലുദ്ദീൻ അഫ്ഗാനിയാണെങ്കിലും സയ്യിദ് മൗദൂദിയാണെങ്കിലും ഇവർക്കൊക്കെ അവരുടെ സ്വതന്ത്രമായ ചിന്താഗതികൾക്ക് വിത്ത് പാകിയത് ആരാണ്? സാക്ഷാൽ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് അല്ലേ? ആ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ ആശയാടിത്തറയെ സ്വീകരിക്കുന്നവരല്ലേ കേരളത്തിലുള്ള സലഫികൾ എന്ന് പറയുന്നത്, കേരളത്തിലുള്ള വഹാബികൾ എന്ന് പറയുന്നത്? വഹാബിസത്തിന്റെ ലോകോത്തരത്തിലുള്ള ഏതു ശൃംഖലകളെ പരിശോധിച്ചാലും ആ ശൃംഖലകളൊക്കെ ആശയപരമായിട്ട് ചെന്നുമുട്ടുന്നത് സാക്ഷാൽ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിലേക്കല്ലേ? ഈ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ പ്രവർത്തന രീതി തന്നെയാണ് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന, നാം വിലയിരുത്തിക്കൊണ്ടിരിക്കുന്ന, നാം ക്യാമ്പയിനിലൂടെ നാം സംസാരിച്ചു കൊണ്ടിരിക്കുന്ന IS പോലുള്ള സകല വിധ്വംസക കക്ഷികളും വെച്ച് പുലർത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ഏറ്റവും ഒരു ഉദാഹരണം ഞാൻ പറയാം. ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് പറയാൻ കഴിയും. അതിൽപ്പെട്ട ഏതാനും ചില ഉദാഹരണങ്ങൾ പറയാം. ഒരു ഉദാഹരണം, മഹാന്മാരായ സ്വാലിഹീങ്ങളുമായിട്ടുള്ള ജനങ്ങളുടെ ഹൃദയബന്ധത്തെ, ആത്മബന്ധത്തെ മുറിച്ചു മാറ്റുക എന്നുള്ളതാണ്. മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് ആവിഷ്കരിച്ചൊരു തന്ത്രമാണ് സ്വാലിഹീങ്ങളുമായുള്ള ബന്ധം. നിങ്ങൾ നോക്കൂ, സ്വാലിഹീങ്ങൾ, നല്ല കറകളഞ്ഞ സ്വാലിഹീങ്ങൾ നമ്മുടെ നാട്ടിൽ ഒരുപാട് ജീവിച്ചിട്ടുണ്ടായിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ മാത്രമല്ല, തമിഴ്നാട്ടിലുണ്ടായിട്ടുണ്ട്, ഉത്തർപ്രദേശിലുണ്ടായിട്ടുണ്ട്, ഉത്തരേന്ത്യയിലുണ്ടായിട്ടുണ്ട്, ലോകത്തിന്റെ എല്ലാ ഭാഗത്തും ഉണ്ടായിട്ടുണ്ട്. ആ സ്വാലിഹീങ്ങളുടെ സ്വഭാവം എന്തായിരുന്നു? എല്ലാ മതവിഭാഗങ്ങളോടും അവർക്ക് സ്നേഹത്തിന്റെ ബന്ധമായിരുന്നു.
ഏറ്റവും വലിയ ഉദാഹരണം മഹാനായ മമ്പുറം തങ്ങൾ. മമ്പുറം തങ്ങൾ വലിയ സ്വാലിഹായ അള്ളാഹുവിന്റെ ഔലിയാക്കളിൽപ്പെട്ട മഹാനായിരുന്നില്ലേ? ആ മഹാനായ മമ്പുറം തങ്ങളുടെ കാര്യസ്ഥനായി നിയോഗിക്കപ്പെട്ടത് കോന്തുനായർ എന്ന് പറയുന്ന ഒരു അമുസ്ലിമായിരുന്നു അത്രേ. അദ്ദേഹത്തിന്റെ സന്തത സഹചാരികളായി പ്രവർത്തിച്ചിരുന്നവർ പലരും അമുസ്ലിമീങ്ങളായിരുന്നു. അപ്പൊ സ്വാലിഹീങ്ങളുമായിട്ട് എല്ലാ വിഭാഗത്തിനും നല്ല ബന്ധമാണ്. ആ ബന്ധം അത് ഹൃദയബന്ധമായിരുന്നു. അത് സാമ്പത്തിക ബന്ധമല്ല, അത് ഭൗതിക ബന്ധമല്ല, അത് ആത്മാവിന്റെ ബന്ധമായിരുന്നു. അത് ഹൃദയത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന ബന്ധമായിരുന്നു. ആ ബന്ധത്തെ ജനമനസ്സുകളിൽ നിന്ന് തട്ടിമാറ്റണം എന്ന സിദ്ധാന്തം ഇവിടെ തുടങ്ങി വെച്ചത് ഏതാണ്? സലഫിസം അല്ലേ? നിങ്ങൾ നോക്കൂ, മദീനയിൽ ബോംബിട്ടത് ഈ ഭീകര കക്ഷികളാണെങ്കിൽ ഒരു മുസ്ലിമിന്റെ മനസ്സ് മദീനയിൽ ബോംബിടാൻ സമ്മതിക്കുമോ? മദീന എന്ന് പറയുന്നത് ലോകത്തെ മുസ്ലിമീങ്ങളുടെ ആത്മാക്കളുടെ സംഗമവേദിയല്ലേ? ലോകത്തെ മുസ്ലിമീങ്ങളെ ഏറ്റവും സ്നേഹിക്കുന്ന മദീന മുനവ്വറയിൽ ഒരു ബോംബിടണമെന്നുണ്ടെങ്കിൽ മഹാന്മാരോടുള്ള മതിപ്പ് നഷ്ടപ്പെട്ടു പോയ ഒരു മനസ്സിന്റെ, തീവ്രമായ ഒരു മനസ്സിന്റെ ഉടമയായിരിക്കും ആ ഭീകരത കാഴ്ചവെച്ചത് എന്നതിൽ എന്ത് സംശയമാണ് നമുക്കുള്ളത്? മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് ഇവിടെ ആദ്യം ചെയ്തത് എന്താണ്? അയാൾക്ക് ഇവിടെ പ്രശസ്തി ഉണ്ടാക്കി കൊടുത്ത കാര്യം എന്താണ്? എന്റെ കയ്യിലുള്ളത് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് ജീവിതവും ദർശനവും എന്ന് പറയുന്ന അദ്ദേഹത്തെ പറ്റി പറയുന്ന സമഗ്രമായ ഒരു ഗ്രന്ഥമാണ്. ഈ ഗ്രന്ഥത്തിന്റെ 111 പേജിൽ അദ്ദേഹത്തെ പ്രശസ്തനാക്കിയത് എന്താണ് എന്ന് കൃത്യമായി പറയുന്നുണ്ട്. ഇതിന്റെ 32 പേജിലും 111 പേജിലും അത് കൃത്യമായി വിശദീകരിക്കുകയാണ്. ഞാൻ അതിന്റെ ഒരു ഭാഗം മാത്രം വായിക്കാം. അൽ ജുബൈലയിൽ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ സഹോദരൻ സെയ്ദ് ബിൻ അൽ ഖത്താബിന്റെ ശവകുടീരമുണ്ടായിരുന്നു. നിങ്ങൾ നോക്കണം, മഹാന്മാരുടെ മക്കാമുകളെ സംബന്ധിച്ച്, മഹാന്മാരുടെ മക്ബറകളെ സംബന്ധിച്ച് ശവകുടീരം എന്ന ഒരു പ്രയോഗം നടത്താൻ ഇവിടുത്തെ സലഫികൾക്കല്ലാതെ സുന്നികൾക്ക് സാധിക്കുമോ? നമ്മുടെ വീട്ടിൽ നിന്നൊരാൾ മരിച്ചാൽ മരിച്ചത് മയ്യിത്തല്ല, അതൊരു ശവമാണെന്ന് പറയാൻ, ആ മയ്യത്തിനെ മറമാടപ്പെട്ട ഖബറിനെ കുറിച്ച് ശവകുടീരം എന്ന് പറയാൻ ഒരു സാധാരണക്കാരനെ കുറിച്ച് പോലും നമുക്കത് പറയാൻ സാധിക്കില്ല. പക്ഷേ മഹാന്മാരായ അമ്പിയാക്കൾ, ഔലിയാക്കളുടെ മക്കാമുകളെ സംബന്ധിച്ച് ശവകുടീരങ്ങളെന്നും അവരുടെ മയ്യത്തുകളെ സംബന്ധിച്ച് ശവങ്ങളെന്നും ഒരു സാഹിത്യം നടത്താൻ, ഒരു പ്രയോഗം നടത്താൻ മാത്രം ഇവരുടെ മനസ്സിനെ മാറ്റിമറിച്ചതാരാണ്? ശരിക്കും ചിന്തിക്കേണ്ടതല്ലേ? ഇവിടെയാണ് അൽ ജുബൈലയിൽ മഹാനായ ഉമർ ബിൻ അൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ സഹോദരൻ സെയ്ദ് ബിൻ അൽ ഖത്താബിന്റെ ശവകുടീരമുണ്ടായിരുന്നു. മുസൈലിമത്തിനെതിരായി മുസ്ലിങ്ങൾ നടത്തിയ യുദ്ധത്തിൽ ഷഹീദായ സ്വഹാബിയാണ് സെയ്ദ് റളിയല്ലാഹു അൻഹു. കള്ളപ്രവാചകനായി വന്ന മുസൈലിമത്തുൽ കദ്ദാബ് യമാമയുമായുള്ള മുസ്ലിമീങ്ങളുടെ യുദ്ധത്തിൽ, ആ യുദ്ധത്തിൽ മുസൈലിമത്തുൽ കദ്ദാബുമായുള്ള യുദ്ധത്തിൽ, കള്ളപ്രവാചകനായ മുസൈലിമത്തുൽ കദ്ദാബുമായുള്ള യുദ്ധത്തിൽ ഷഹീദായ സ്വഹാബിയാണ് സെയ്ദ് ബിൻ അൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ സഹോദരൻ. ആ സെയ്ദ് ബിൻ അൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മഖാം ഉണ്ടായിരുന്നു നജ്ദിൽ, നജ്ദിന്റെ പരിസരത്തുള്ള നജ്ദിൽപ്പെട്ട ജുബൈലയിൽ. അതിനെക്കുറിച്ചാണ് ഇതിൽ പറയുന്നത്. അവിടെ പോയി രക്ഷക്കായി പ്രാർത്ഥിക്കുകയും അനുഗ്രഹം തേടുകയും ചെയ്തിരുന്നു. അവിടെ വെച്ച് ജനങ്ങൾ മൃഗങ്ങളെ അറുത്തു ബലി കൊടുത്തിരുന്നു. മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് തന്റെ അധികാരം ഉപയോഗിച്ച് ആ ഖബർ പൊളിച്ചു മാറ്റി. 600 പട്ടാളക്കാരുമായിട്ടാണ് അദ്ദേഹം അവിടെ എത്തിയത്. ഷെയ്ഖ് തന്നെയാണ് മഴുവെടുത്ത് വെട്ടി ഖബർ പൊളിച്ചു നീക്കിയത്. ഈ സംഭവത്തോടെ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് ഏറെ പ്രശസ്തനായി. കണ്ടോ, സെയ്ദ് ബിൻ അൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഖബർ അടിച്ച് നിരപ്പാക്കി പൊളിച്ച് നിരത്തിയതോടുകൂടിയാണ് ഇദ്ദേഹം പ്രശസ്തനായത്. നിങ്ങൾ നോക്കൂ, എടവണ്ണയിൽ പരമ്പരാഗതമായിട്ട് സുന്നികൾ, പാരമ്പര്യ മുസ്ലിമീങ്ങൾ ആരാധന നിർവഹിച്ചിരുന്ന ഒരു പള്ളി, ആ പള്ളി ഇദ്ദേഹത്തിന്റെ അനുയായികളായ സലഫികൾ പിടിച്ചടക്കി. അവിടെ ആദ്യം ചെയ്ത, ആദ്യത്തെ ജുമഅക്ക് ശേഷം ചെയ്ത പണി എന്താണ്? അവിടുത്തെ കാര്യപ്പെട്ട ഒരു മഹാന്റെ മഖാമ് അടിച്ചങ്ങട് നിരത്തിന. അതും ഇതും തമ്മിൽ എന്താ ബന്ധമില്ലേ? ഇത് തന്നെയല്ലേ ISIS ചെയ്തത്? ISISന്റെ സമകാലിക പ്രവർത്തനങ്ങളെ സംബന്ധിച്ചുള്ള ആ വിശദീകരണങ്ങൾ ഇൻഷാ അല്ലാഹ് മഗ്രിബിന് ശേഷം ഇവിടെ നടക്കുന്നത് കൊണ്ട് ഞാൻ അതിലേക്ക് കൂടുതൽ പ്രവേശിക്കുന്നില്ല. അപ്പോ ഇതിന് അദ്ദേഹം പറഞ്ഞത് എന്താണ്? നമുക്ക് രാഷ്ട്രീയമായ, സാമൂഹികമായ, സാമ്പത്തികമായ സ്വാധീനം വന്നു കഴിഞ്ഞാൽ ആദ്യത്തെ നടപടി മുസ്ലിം ലോകം അവർ ആദരിച്ചു പോന്ന മഹാന്മാരുടെ മശ്ഹദുകളെയും മഖാമുകളെയും വരീഹകളെയും ഇടിച്ചു തകർത്ത് തരിപ്പണമാക്കണമെന്ന തീവ്രമായ, ഭീകരമായ ചിന്താഗതിയിലേക്ക് ഒരു പറ്റം ആളുകളെ വളർത്തിയെടുത്തതിന്റെ പിന്നിലാരാണ്? അല്ലേ? സലഫിസം അല്ലേ?
അതുകൊണ്ട് തന്നെയല്ലേ കേരളത്തിൽ നിന്ന് അങ്ങോളം ഇങ്ങോളം ഓടി നടന്ന് പ്രസംഗിച്ചു കൊണ്ടിരുന്നൊരു മനുഷ്യൻ, എന്താണ് അദ്ദേഹത്തിന്റെ പേര്, കെ സക്കരിയ സലാഹി എന്നോ, ഇപ്പൊ ദമ്മാജിലോ അവിടെ എവിടേക്കെന്ന് പറയുന്ന കേൾക്കും, നമുക്കറിയില്ല. എന്തോട്ടെ, അതിന്റെ അന്വേഷണത്തിന്റെ ബാധ്യത നമുക്കില്ല. അപ്പൊ അദ്ദേഹം എന്താ പറഞ്ഞത്, KNM-നെങ്ങാനും കേരള നദ്വത്തുൽ മുജാഹിദീനെങ്ങാനും സൗദി അറേബ്യയുടെ ഭരണം ലഭിക്കുകയാണെങ്കിൽ ഞങ്ങളുടെ ആദ്യത്തെ നടപടി മദീന മുനവ്വറയിലേക്ക് പട്ടാളത്തിന്റെ മാർച്ച് നടത്തുകയും അങ്ങനെ മദീന മുനവ്വറയിൽ ആ കാണുന്ന അകലെ നിന്ന് കാണുന്ന മുസ്ലിമീങ്ങൾ ആദരവോടുകൂടി കാണുന്ന ആ പച്ചക്കുബ്ബയെ അടിച്ച് നിരപ്പാക്കി അതിനെ ഉന്മൂലനം ചെയ്യലാണ് ഞങ്ങളുടെ ആദ്യത്തെ നടപടി എന്ന് പറഞ്ഞില്ലേ? ഇതല്ലേ അവർ പറഞ്ഞത്? ഈ ഒരു ഭീകരമായ ഒരു താണ്ഡവത്തിലേക്ക് പാരമ്പര്യ മുസ്ലിമീങ്ങളുടെ ശൈലിയിൽ നിന്ന് വ്യതിചലിച്ച ഒരവസ്ഥയിലേക്ക് ആദ്യമായിട്ട് സൈദ്ധാന്തികമായ അടിത്തറ പടുത്തുകൊടുത്തത് ആരാണ്? സലഫിസം അല്ലേ? ആ സലഫിസത്തിന്റെ നിരവധി അനവധി പരിണാമങ്ങളിൽ നിന്ന് ഉടലെടുത്തതല്ലേ ഇന്ന് കാണുന്ന തീവ്ര ചിന്താഗതികളും ഭീകര ചിന്താഗതികളും? ഇവർ രണ്ടാമതായിട്ട് ഇവിടെ ചെയ്തെന്താണ്? ഈ പുസ്തകത്തിൽ തന്നെ പറയുന്നില്ല, ഞാൻ ഉദ്ധരണങ്ങൾ വായിക്കുന്നില്ല. വിദ്യാർത്ഥികളിൽ നിഷേധബോധത്തെ വളർത്തിയെടുക്കണം, വിദ്യാർത്ഥികളിൽ വിമർശനബോധം വളർത്തിയെടുക്കണം. എന്നിട്ട് ഉസ്താദുമാരെ അഥവാ അധ്യാപകരെ ചോദ്യം ചെയ്യുന്ന മനസ്ഥിതി വളർത്തിയെടുക്കണം. ആ മനസ്ഥിതി വളർത്തിയെടുക്കെങ്കിൽ മാത്രമാണ് സ്വതന്ത്ര ചിന്താഗതി വളർന്നു വരികയുള്ളൂ. മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ ഒരു കാഴ്ചപ്പാടാണ്. അദ്ദേഹത്തിന്റെ ഈ ജീവിത ഗ്രന്ഥത്തിൽ അത് പറയുന്നുണ്ട്. സ്വതന്ത്ര ചിന്താഗതിയുള്ള ഒരു തലമുറയെ വളർത്തിയെടുക്കണം, പാരമ്പര്യ ഇസ്ലാമിനെ ചോദ്യം ചെയ്യുന്ന ഒരു തലമുറയെ വളർത്തിയെടുക്കണം. അങ്ങനെയാകുമ്പോഴാണ് സ്വതന്ത്രമായി പ്രമാണങ്ങളെ വ്യാഖ്യാനിക്കാവുന്ന ഒരു പ്രതലത്തിലേക്ക് ജനങ്ങൾ വളർന്നു വരികയുള്ളൂ. നമ്മുടെ നാട്ടിലും കണ്ടുവരുന്ന അതല്ലേ? ഇന്ന് പുതിയ തലമുറയിലേക്ക് ഇവര് വെച്ചു കൊടുക്കുന്ന ആശയം എന്താണ്? നിങ്ങൾ ചെല്ലണം, പള്ളിയിലേക്ക് ചെല്ലണം, പള്ളിയുടെ ഉസ്താദിനോട് ചോദിക്കണം, ഉസ്താദിനോട് തെളിവ് ചോദിക്കണം. കുനൂത്തിന് എന്താ തെളിവ്? അതുപോലെ മറ്റുള്ള കാര്യങ്ങൾക്ക് എന്താണ് തെളിവ്? നിസ്കാരത്തിന് ശേഷം കൂട്ടുപ്രാർത്ഥനയ്ക്ക് എന്താണ് തെളിവ്? ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കണം. ഉത്തരങ്ങൾ കണ്ടെത്തണം എന്നല്ല പറയുന്നത്, ഉത്തരങ്ങൾ കണ്ടെത്തണം എന്നല്ല പറയുന്നത്, മറിച്ച് ചോദ്യങ്ങൾ ചോദിക്കാനുള്ള ഒരു തരം സംശയരോഗമുണ്ടാക്കിയെടുക്കുന്ന തലത്തിലേക്ക് പുതിയ തലമുറയെ അവർ വളർത്തിയെടുത്തില്ലേ? എന്നാൽ അതിനുവേണ്ടി അവരെന്താണ് ചെയ്തത്? പ്രമാണങ്ങളെ അതിന്റെ പരമ്പരാഗതമായ പ്രായോഗിക വ്യാഖ്യാനത്തിൽ നിന്ന്, ഖുർആനിനെയും ഹദീസിനെയും പരമ്പരാഗതമായിട്ട് ഖുലഫാ ഉർ റാഷിദീങ്ങൾ മുതൽ അഇമ്മത്ത് മുജ്തഹിദീങ്ങൾ മുതൽ ഔലിയാക്കളും ആരിഫീങ്ങളും സാലിഹീങ്ങളും അടക്കമുള്ള ഇസ്ലാമിന്റെ പാരമ്പര്യ തലത്തിലുള്ള പ്രായോഗികമായ വ്യാഖ്യാനങ്ങളുണ്ട്. ആ വ്യാഖ്യാനങ്ങളെ അവഗണിച്ചുകൊണ്ട് കേവലം അക്ഷരവായന നടത്തുക. അക്ഷരവായന, ഈ അക്ഷരവായനയിലൂടെ ഓരോരുത്തരും വായിക്കുമ്പോൾ മനസ്സിലാകുന്നത് ഖുർആനായിട്ട് അവതരിപ്പിക്കുക, ഹദീസായിട്ട് അവതരിപ്പിക്കുക. ഈ ഒരു തരം ഇസ്ലാമിന്റെ രീതിയെ, ഇങ്ങനെയുള്ള ഒരു തരത്തിലുള്ള ഒരു മോശമായ ഇസ്ലാമിക തലത്തെ വളർത്തിയെടുത്തത് ആരാണ്? സലഫിസം അല്ലേ? അത് സലഫിസം അല്ലേ? അതുകൊണ്ടല്ലേ മഹാനായ അഹ്മദ് സാവി റളിയല്ലാഹു തആല അൻഹു അവിടുത്തെ തഫ്സീറിന്റെ 3-ാമത്തെ വോള്യത്തിന്റെ 9-ാമത്തെ പേജിൽ പറഞ്ഞത്, ഖുർആന്റെയും ഹദീസിന്റെയും അക്ഷരവായനയിലൂടെ മഹാന്മാരായ ഇമാമുമാരുടെ വ്യാഖ്യാനങ്ങളെ തള്ളിപ്പറഞ്ഞുകൊണ്ട് കേവലം അക്ഷരവായന നടത്തിയാൽ, അതിന്റെ ബാഹ്യം മാത്രം പിടിച്ചുകൊണ്ട് അമൽ ചെയ്താൽ റുബ്ബമാ യുഅദ്ദി ഇലൽ കുഫ്രി, അത് പലപ്പോഴും മതനിരാസത്തിലേക്ക്, മതത്തിൽ നിന്ന് പുറത്തു പോകുന്നതിലേക്ക് മനുഷ്യനെ തള്ളിവിടും എന്ന് മഹാനായ അഹ്മദ് സാവി റളിയല്ലാഹു തആല അൻഹു ഈ ചിന്താഗതിക്കെതിരെ പ്രതികരിച്ചുകൊണ്ട് അവിടുത്തെ തഫ്സീറിന്റെ 3-ാമത്തെ വോള്യം 9-ാമത്തെ പേജിൽ പറഞ്ഞത്. ഇങ്ങനെ എത്രയെത്ര പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ഈ വഹാബി ചിന്താഗതിക്കെതിരെ, വഹാബികൾ നട്ടുവളർത്തിയ ചിന്താഗതികൾക്കെതിരെ എത്രയെത്ര ലോകോത്തര പണ്ഡിതന്മാർ പ്രതികരിച്ചിട്ടുണ്ട്. ഞാൻ അതിലേക്ക് ഇപ്പോൾ കടക്കുന്നില്ല. അപ്പോ മദ്ഹബുകളെ തള്ളിപ്പറയുക, മദ്ഹബിന്റെ ഗ്രന്ഥങ്ങളെ തള്ളിപ്പറഞ്ഞുകൊണ്ട് സ്വതന്ത്രമായ പ്രമാണ വ്യാഖ്യാനങ്ങളിലേക്ക് അറിവില്ലാത്ത ആളുകളെപ്പോലും അതിനുവേണ്ടി പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളൊരു നയം. ആ നയത്തിൽ നിന്നാണ് ഇവിടെ IS പോലുള്ള സംഘങ്ങൾ പൊട്ടിപ്പുറപ്പെടുന്നത്. ISനെ സംബന്ധിച്ച് ഒരുപാട് ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. ആ ഗ്രന്ഥങ്ങളിലൊക്കെ പറയുന്നത് എന്താണ്? അവർ ചെയ്യുന്നത് ഖുർആനിന്റെ ആയത്തുകൾ ഓതുന്നു, ആ ആയത്തുകൾക്ക് പ്രായോഗികമായ പാരമ്പര്യ ഇസ്ലാമിന്റെ വ്യാഖ്യാനത്തെ അതിനെ അവഗണിച്ചുകൊണ്ട് പുതിയ വ്യാഖ്യാനങ്ങൾ ചുമത്തുകയും ചെയ്യുന്നു.
ഇതാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് ആരുടെ പാരമ്പര്യമാണ്? ഇത് സഹാബത്തിന്റെ കാലത്ത് പൊട്ടിപ്പുറപ്പെട്ട ഖവാരിജുകളുടെ പാരമ്പര്യമാണ്. ഖവാരിജുകൾ എന്താണ് ചെയ്തത്? മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു, മുആവിയ റളിയല്ലാഹു അൻഹും തങ്ങൾക്കിടയിൽ മധ്യസ്ഥരായി കൊണ്ട് 2 സ്വഹാബിമാരെ നിയമിച്ചപ്പോൾ ആ സ്വഹാബിമാരുടെ മധ്യസ്ഥ പ്രസ്താവനക്കനുസരിച്ച് കൊണ്ട് നമുക്ക് നീങ്ങാം എന്ന ഒരു തീരുമാനമെടുത്തപ്പോൾ ഖവാരിജുകൾ പ്രഖ്യാപിച്ചു, ഒരു ഖുർആനിന്റെ ആയത്താണ് അവർ ഉദ്ധരിച്ചത്, ലാ ഹുക്മ ഇല്ലാ ലില്ലാഹ്. ഒരു മധ്യസ്ഥ തീരുമാനമെടുക്കാൻ, ഒരു വിധി പറയാൻ അല്ലാഹുവിന് മാത്രമേ പറ്റുകയുള്ളൂ. കണ്ടോ, വിധി പറയൽ അല്ലാഹുവിന് മാത്രം. കേട്ടാ നല്ല വാക്കാണെന്ന് തോന്നും. ഏതുപോലെ ഇവിടെ മുജാഹിദുകളൊക്കെ പറയുന്നത് പോലെ പ്രാർത്ഥന അല്ലാഹുവോട് മാത്രം, പ്രാർത്ഥന അല്ലാഹുവോട് മാത്രം എന്ന് പറയുക, എന്നിട്ട് തവസ്സുലിനെയും ഇസ്തിഗാസയും എതിർക്കുകയും ചെയ്യുക. കേട്ടാൽ നല്ല വാക്കാണെന്ന് തോന്നിപ്പോകും, പക്ഷെ അവരുടെ ഉദ്ദേശം തെറ്റാണ്. എന്നതുപോലെ ലാ ഹുക്മ ഇല്ലാ ലില്ലാഹ് എന്ന് പറഞ്ഞ് കടന്നു വന്ന ഈ ഖവാരിജുകളെ കുറിച്ച് മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് എന്താണ്? കലിമത്തു ഹഖ്ഖിൻ ഉരീദ ബിഹൽ ബാത്തിൽ. വാക്ക് കേട്ടാ നല്ല വാക്കാണ്, പക്ഷേ അവരുടെ ഉദ്ദേശം അബദ്ധമാണ്, അവരുടെ ലക്ഷ്യം തോന്നിവാസമാണ്. ഏതുപോലെ എന്നാൽ ഖുർആനിൽ പറഞ്ഞില്ലേ, ഫൈൻ ഖിഫ്തും ശിഖാഖ ബൈനഹിമാ ഫബ്അസൂ ഹകമൻ മിൻ അഹ്ലിഹി വഹകമൻ മിൻ അഹ്ലിഹാ. ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ വല്ല കുഴപ്പങ്ങളും നിങ്ങൾ പേടിച്ചാൽ അവളുടെ കുടുംബത്തിൽ നിന്നും അവന്റെ കുടുംബത്തിൽ നിന്നും 2 വിധികർത്താക്കളെ അല്ലെങ്കിൽ 2 മധ്യസ്ഥ ചർച്ചക്കാരെ നിങ്ങൾ നിയോഗിക്കണേ എന്ന് ഖുർആനിൽ പറഞ്ഞിട്ടില്ലേ? അപ്പോ ഭാര്യ ഭർത്താക്കന്മാർക്ക് ഇടയിൽ പോലും മധ്യസ്ഥന്മാരെ നിയമിക്കാമെങ്കിൽ മുസ്ലിം സമുദായത്തിന്റെ ഇടയിലുള്ള പ്രശ്നങ്ങൾ തീർക്കാൻ മധ്യസ്ഥന്മാരെ നിയമിച്ചൂടെ എന്നാണ് അലിയാർ തങ്ങൾ ചോദിച്ചത്. അപ്പൊ ഇവരുടെ ഈ ലാ ഹുക്മ ഇല്ലാ ലില്ലാഹ് എന്ന ഈ ഖുർആനിന്റെ ആയത്തിനെ അസ്ഥാനത്തുദ്ധരിക്കുകയും അതിന് മഹാന്മാരായ സ്വഹാബിമാർ മനസ്സിലാക്കിയ വ്യാഖ്യാനത്തിന് അപ്പുറം ഒരു വ്യാഖ്യാനം ചമച്ചു കൊടുക്കുകയും ചെയ്തു. ഇതല്ലേ ഖവാരിജുകൾ ചെയ്തത്? ഇതേ ആശയതലം, ഇതേ ശൈലി, അക്ഷരവായന മഹാനായ ഇമാം നവവി റളിയല്ലാഹു തആല അൻഹു അവിടുത്തെ ശർഹുൽ മുഹദ്ദബിന്റെ 1-ാമത്തെ വോള്യത്തിൽ പറയുന്നുണ്ട്. എന്താ പറയുന്നത്? ഓ മനുഷ്യ, നീ ഇസ്ലാമിനെ പഠിക്കേണ്ടത് ഗുരുനാഥന്മാരുടെ മുഖത്തിൽ നിന്നായിരിക്കണം. ഗുരുനാഥന്മാരിൽ നിന്ന് കിട്ടിപ്പോന്ന ഇസ്ലാമിനെ ആയിരിക്കണം നീ അവലംബിക്കേണ്ടത്. അല്ലാതെ കേവലം ഏതെങ്കിലും പുസ്തകങ്ങൾ വായിച്ചുകൊണ്ട് നീ ഇസ്ലാം പഠിക്കരുത്. ഏതെങ്കിലും പുസ്തകം വായിച്ചുകൊണ്ടുള്ള ഇസ്ലാം നിനക്ക് അനുയോജ്യമല്ല. കാരണം അതുകൊണ്ട് നിനക്ക് പിഴക്കാനേ കഴിയുകയുള്ളൂ, ശരിയിലേക്ക് നീ എത്തിപ്പെടുകയില്ല. മറിച്ച് ശരിയായ മശായിഖന്മാരിൽ നിന്ന്, ശരിയായ പണ്ഡിതന്മാരിൽ നിന്ന്, ആ പണ്ഡിതന്മാർക്ക് അവരുടെ ഉസ്താദുമാരിൽ നിന്ന്, അവർക്ക് അവരുടെ ഉസ്താദുമാരിൽ നിന്ന്, അങ്ങനെ പരമ്പരാഗതമായി സ്വഹാബിമാരിലേക്ക് എത്തിപ്പെടുന്ന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് എത്തുന്ന ആ പാരമ്പര്യ ഇസ്ലാമിനെ മുറുകെ പിടിച്ചുകൊണ്ടായിരിക്കണം ദീനിനെ നീ മനസ്സിലാക്കേണ്ടത്. കേവലം ഇന്റർനെറ്റ് നോക്കിയിട്ടാണോ ഇസ്ലാം മനസ്സിലാക്കേണ്ടത്? അങ്ങനെയാകുമ്പോഴാണ് ഈ ഇന്റർനെറ്റിൽ നിന്ന് ഇസ്ലാം പഠിക്കുന്ന ആളുകളാണ് നമ്മുടെ നാട്ടിലുള്ള ഇസ്ലാം ഒന്നൊരു ശരിയല്ല, ഇവിടെ മുസ്ലിമായിട്ട് ജീവിക്കാൻ പറ്റൂല. കാരണം ഖുർആനിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, ഖുർആനിൽ സൂറത്തു നിസായിൽ അല്ലാഹ് പറഞ്ഞിട്ടുണ്ടല്ലോ, മലക്കുകൾ റൂഹ് പിടിച്ച ആളുകൾ, ആ റൂഹ് പിടിച്ച ആളുകളോട് മലക്കുകൾ ചോദിക്കും, നിങ്ങൾ എന്തിനാണ് നിങ്ങളുടെ ഇസ്ലാമിനെ വെളിപ്പെടുത്താൻ പറ്റാത്ത, മുസ്ലിമായിട്ട് ജീവിക്കാൻ പറ്റാത്ത നാട്ടിൽ നിങ്ങൾ എന്തിന് താമസിച്ചു എന്ന് ചോദിക്കുമ്പോൾ അവർ പറയും, ഞങ്ങൾ അവിടെ ദുർബലരായിരുന്നു, അതുകൊണ്ടാണ് ഞങ്ങൾ അവിടെ താമസിച്ചത്. അപ്പോ ആ മലക്കുകൾ ചോദിക്കും, നിങ്ങൾക്ക് എന്താ സൗകര്യമുള്ള നാട്ടിലേക്ക് ഹിജ്റ പോയിക്കൂടെ എന്ന് പറയുന്ന ഒരു ആയത്ത്, ആ ആയത്തിനെ ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് ഇന്ത്യ രാജ്യത്ത് താമസിക്കാൻ പറ്റൂല എന്ന് ചില ചെറുപ്പക്കാരിന്ന് എവിടുന്നാ വായിച്ചത്? ഫതുഹുൽ മുഈനിൽ നിന്നാണോ? അല്ല. തുഹ്ഫയിൽ നിന്നാണോ? അല്ലെങ്കിൽ തഫ്സീറിന്റെ കിതാബുകളിൽ നിന്നാണോ? ഖുർആന്റെ ശരിയായ വ്യാഖ്യാനങ്ങളിൽ നിന്നാണോ? അല്ല. നിങ്ങൾ നോക്കൂ, നമ്മുടെ മതഗ്രന്ഥങ്ങൾ എന്താ പറയുന്നത്? ഒരു രാജ്യത്ത് മുസ്ലിമീങ്ങൾ താമസിക്കുന്നുണ്ടെങ്കിൽ അവിടെ ആ മുസ്ലിമീങ്ങൾക്ക് താമസിക്കുവാൻ സൗകര്യമുണ്ട്. ആ മുസ്ലിമീങ്ങൾക്ക് അവരുടെ മതപരമായ വിശ്വാസങ്ങളും ആചാരങ്ങൾക്കും സംരക്ഷണമുണ്ട്. മതപരമായ വിശ്വാസങ്ങൾക്കും ആചാരങ്ങൾക്കും അവിടെ സൗകര്യമുണ്ട്. അവരുടെ ഇസ്ലാം പരസ്യമായി നിർവഹിക്കാൻ അവർക്ക് സാധിക്കുന്നുണ്ട്. പരസ്യമായിട്ട് അസ്സലാമു അലൈക്കും അല്ലെങ്കിൽ വലൈക്കും അസ്സലാം, പരസ്യമായിട്ട് 5 നേരത്തെ നിസ്കാരം പരസ്യമായിട്ട് വാങ്ങുകൊടുക്കാൻ കഴിയുന്നുണ്ട്. എന്നാൽ അവർ ആ നാട്ടിൽ നിൽക്കുകയാണ് വേണ്ടത്, അവർ മറ്റൊരു നാട്ടിലേക്ക് പലായനം ചെയ്യുകയല്ല വേണ്ടത്. അപ്പൊ ഖുർആനിന്റെ ആ ആയത്തിന്റെ കേവല അക്ഷരവായന മാത്രം
അതിന്റെ വ്യാഖ്യാനം, അതിന്റെ വിശദീകരണം, അതിന്റെ ദലാലത്ത്, അതിന്റെ താല്പര്യം, ഇതിനെക്കുറിച്ചുള്ള പണ്ഡിതന്മാരുടെ വിശദീകരണമൊന്നും ഗൗനിക്കാതെ പഠിക്കാതെ ഇന്റർനെറ്റിൽ നിന്നോ മറ്റേതെങ്കിലും ബാഹ്യമായ തലത്തിൽ നിന്നോ ലഭിക്കുന്ന അറിവ് വെച്ചുകൊണ്ട് ഇസ്ലാമിനെ മനസ്സിലാക്കി. അതിന്റെ അടിസ്ഥാനത്തിലാണ് പാരമ്പര്യ ഇസ്ലാമിന്റെ ശൈലിയെ തള്ളിപ്പറഞ്ഞുകൊണ്ട് ഇസ്ലാമിന് പുതിയ വഴികൾ ചിലർ കണ്ടെത്തിയത്. സലഫിസം അവിടെയാണ് തീവ്രമാകുന്നത്. ഈ സലഫിസത്തിന്റെ മൂന്നാമത്തെ ഒരു ശൈലി എന്താണ്? അവര് ഇവിടെ ചെയ്തത് മുസ്ലിമീങ്ങളെ കാഫിറാക്കുക. മുസ്ലിമീങ്ങളൊന്നും മുസ്ലിമീങ്ങളല്ല. നിങ്ങൾ നോക്കൂ, സുന്നികൾ, പാരമ്പര്യ മുസ്ലിമീങ്ങൾ, ആ മുസ്ലിമീങ്ങൾ അവര് മുസ്ലിമല്ല, അവര് കാഫിറാണ്. ഈ ആശയത്തിന് അടിത്തറ പാകിയതാരാണ്? സലഫിസത്തിന്റെ അതിന്റെ നായകനായ അതിന്റെ ജന്മം നൽകിയ സാക്ഷാൽ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് അല്ലേ? അദ്ദേഹം പറഞ്ഞത് എന്താണ്? അദ്ദേഹം ജനിച്ചു വളർന്ന നജ്ദിലുള്ള മുസ്ലിമീങ്ങളെല്ലാം കാഫിരീങ്ങളാണ്. എത്രത്തോളം? മദീനയിൽ പോലും മുസ്ലിമീങ്ങളില്ല എന്നാണ് അദ്ദേഹം വാദിച്ചത്. മദീനയിൽ പോലും മുസ്ലിമീങ്ങളില്ല, മക്കയിൽ മുസ്ലിമീങ്ങളില്ല. അതുകൊണ്ട് അവരെ നശിപ്പിക്കണം, അവരെ കൊന്നൊടുക്കണം. അദ്ദേഹത്തിന്റെ കശ്ഫ് ശുബ്ഹാത്തിൽ അതിന്റെ 4-ാമത്തെ പേജിൽ പറഞ്ഞു, വഅന്ന ഖസ്ദഹുൽ അംബിയാ വൽ ഔലിയാ വൽ മലായികത്തുൽ മുഖറബീന ഹുവല്ലദീ അഹല്ലല്ലാഹു ദിമാഅഹും വഅംവാലഹും. അംബിയാ ഔലിയാക്കളോട് തവസ്സുൽ ഇസ്തിഗാസ ചെയ്യുന്ന സ്വഭാവം, ആ സ്വഭാവം മുഖാന്തരം അവർ കൊല്ലപ്പെടേണ്ടവരാണ്, അവരുടെ സമ്പത്തുകൾ കൊള്ളയടിക്കപ്പെടേണ്ടതാണ് എന്ന് അദ്ദേഹം വ്യക്തമായ ഒരു കാര്യം ഇവിടെ എഴുതിവിടുകയുണ്ടായി. അതിന്റെ അടിസ്ഥാനത്തിൽ 10,000-കണക്കിന് മുസൽമാനെ കൊന്നൊടുക്കുകയുണ്ടായി. അതിന്റെ അടിസ്ഥാനത്തിൽ 100 കണക്കിന് മക്ബറകൾ തച്ചു തകർക്കുകയുണ്ടായി. അതിനവര് ഒരു അക്ഷരവായന നടത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അലിയാർ തങ്ങളെ നിയോഗിച്ചു. എന്തിനു വേണ്ടി? ഉയർന്നു നിൽക്കുന്ന ഖബറുകളെ നിരപ്പാക്കാൻ വേണ്ടി നിയോഗിച്ചു എന്ന് പറയുന്ന ഒരു ഹദീസിനെ. ആ ഹദീസിന്റെ അർത്ഥം എന്താണ്, അതിന്റെ അറിയിപ്പ് എന്താണ്, അതിന്റെ വ്യാഖ്യാനം എന്താണ്, അതിന്റെ താല്പര്യം എന്താണ് എന്ന് പണ്ഡിതന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിൽ വിശദീകരിച്ചത് പരിശോധിക്കാതെ കേവലം അതിന്റെ അൽഫാബറ്റ്, അതിന്റെ അക്ഷരം മാത്രം വായിച്ചുകൊണ്ട് അദ്ദേഹം മതവിധി പറഞ്ഞു. നിങ്ങൾ നോക്കണം, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ വഫാത്തിന് ശേഷം അവിടുത്തെ മറമാടിയത് ആയിഷാ ബിയുടെ റൂമിലാണ്. പിന്നീട് 1-ാമത്തെ ഖലീഫയുടെ വഫാത്തിന് ശേഷം മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ആ റൗളയുടെ ഇടയിൽ ഒരു ചുമരുണ്ടാക്കി. ഖബറ് കെട്ടിപ്പടുക്കാൻ പാടില്ല, ഖബറിന്റെ പരിസരത്ത് എടുപ്പുണ്ടാക്കാൻ പാടില്ല, അതിന്റെ മുകളിൽ കുബ്ബയുണ്ടാക്കാൻ പാടില്ല എന്ന് പറഞ്ഞത് എവിടേക്കാണ്? പ്രത്യേകിച്ച് ശറഅ് അംഗീകരിക്കുന്ന ഒരു ആവശ്യം അതിന്റെ പിറകിൽ ഇല്ലെങ്കിലാണ്. അങ്ങനെ ഒരു ആവശ്യമുണ്ടെങ്കിൽ അതിന്റെ ചുറ്റിലും മതിലുണ്ടാക്കാം, മുകളിൽ എടുപ്പുണ്ടാക്കാം, മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാം എന്നത് വ്യക്തമായി മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹുവിന്റെ ഈ പ്രവർത്തനത്തിൽ നിന്ന് മനസ്സിലായില്ലേ? അതുപോലെ തന്നെ 2-ാം ഉമർ എന്ന് ലോകം വിശേഷിപ്പിച്ച മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു മദീനയുടെ ഭരണം നിർവഹിക്കുന്ന കാലഘട്ടത്തിൽ റൗള ഷരീഫിന് എന്തെല്ലാം പരിഷ്കരണങ്ങൾ വരുത്തി. വലിയ നല്ല ആ ബിൽഡിങ്ങിനെ ബലപ്പെടുത്തിക്കൊണ്ട്, എല്ലാ അർത്ഥത്തിലും അതിന് മേൽക്കൂരയുണ്ടാക്കിക്കൊണ്ട്, അതിന്റെ 4 ഭാഗത്തും മതിലുകൾ ഉണ്ടാക്കി, ചുമരുകൾ ഉണ്ടാക്കി, എന്തെല്ലാം പരിഷ്കരണങ്ങൾ അവിടെ ഉണ്ടാക്കി. അപ്പോ ജന്നത്തുൽ ബഖീയിലുള്ള മറ്റു ഖബറിൽ കിടക്കുന്നവരിൽ നിന്ന് ഈ 3 മഹാന്മാരുടെ അഥവാ റസൂലുള്ളാഹിന്റെയും സിദ്ദീഖുൽ അക്ബർ തങ്ങളുടെയും ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹുവിന്റെയും ഖബറുകളെ വേർതിരിക്കാനും ലോകത്തിന്റെ നാനാഭാഗത്തു നിന്ന് വരുന്ന ആളുകൾക്ക് ദൂരെ നിന്ന് വരുമ്പോൾ തന്നെ അത് അവരുടെ ഖബറുകളാണ് എന്ന് മനസ്സിലാക്കാനും ഉതകുന്ന വിധത്തിൽ ശർഈയായ മതം അംഗീകരിക്കുന്ന ഒരു ആവശ്യം നിലനിൽക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ഭാഗമായിട്ട് അവിടെ എടുപ്പുണ്ടാക്കൽ അനുവദനീയമാണ് എന്ന ഇസ്ലാമിക ലോകത്തിന്റെ തത്വത്തിന്റെ അടിസ്ഥാനത്തിൽ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹും ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹും ഈ പ്രക്രിയക്ക് നേതൃത്വം വഹിച്ചപ്പോൾ അന്ന് ജീവിച്ചിരിപ്പുണ്ടായിരുന്ന സഹാബിമാരോ താബിഈങ്ങളോ ഇതിനെ എതിർത്തില്ല. അപ്പൊ അതിൽ നിന്ന് മനസ്സിലാക്കാം, ഇത് ഇജ്മാ കൊണ്ട് സ്ഥിരപ്പെട്ട ഇസ്ലാം അംഗീകരിച്ച കാര്യമാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് സയ്യിദ് ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഖബർ കെട്ടിപ്പൊന്തിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഹംസത്തുൽ ഖറാർ റളിയല്ലാഹു അൻഹു ഖബർ കെട്ടിപ്പൊന്തിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് മുഹിയുദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെയും നവവി ഇമാമിന്റെയും അതുപോലെ റാഫി ഇമാമിന്റെയും റിഫാ ഇമാമിന്റെയും ഒക്കെ ഖബറുകൾ കെട്ടിപ്പൊന്തിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഏർവാടിയിലും അജ്മീറിലും മമ്പുറത്തുമൊക്കെ എടുപ്പുകൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അതൊക്കെ തട്ടി നിരപ്പാക്കണം എന്ന് പറയാൻ പറ്റുമോ? അപ്പൊ അതിന് ആസ്പദമായിട്ട് അവിടെ ചെല്ലുന്ന ആൾക്കാരൊക്കെ കാഫിരീങ്ങളാണ്. മാത്രമല്ല
ഇസ്ലാം നാലാലൊരു പ്രമാണം കൊണ്ട് അംഗീകരിച്ച ആചാരങ്ങൾ ഒരുപാട് എന്നുള്ളത് അനുകരണീയമാണ്. അത് ഇസ്ലാമിന്റെ സമ്പൂർണതയാണ്. അതേസമയത്ത് തീവ്ര സലഫിസം എന്ന് പറയുന്നത് പുണ്യകർമ്മങ്ങളിൽ ബിദ്അത്ത് ആരോപണം നടത്തി ഇപ്പൊ എവിടെത്തി? ഇപ്പോ ജീവിതത്തിന്റെ സാധാരണ പ്രക്രിയകളിൽ കൂടി ബിദ്അത്ത് ആരോപണം കടത്തിക്കൂട്ടി. എന്നിട്ട് അവർ പറയാണ്, എന്താ പറയുന്നത്? നമ്മൾ മൊബൈൽ ഉപയോഗിക്കാൻ പാടില്ല, കാരണം റസൂലുള്ളാഹിന്റെ കാലത്ത് മൊബൈലില്ലല്ലോ. കാറിൽ യാത്ര ചെയ്യാൻ പാടില്ല, റസൂലുള്ളാഹിന്റെ കാലത്ത് കാറില്ലല്ലോ. അതുപോലെ തന്നെ ഇന്ന് കാണുന്ന ബിസിനസ് പ്രക്രിയകൾ നടത്താൻ പാടില്ല, കാരണം അത് റസൂലുള്ളാഹിന്റെ കാലത്തില്ലല്ലോ. റസൂലാകെ ചെയ്തത് വരുമാനത്തിന് വേണ്ടി എന്ന് അവർ മനസ്സിലാക്കുന്നു. നബി ചെയ്തത് ആകെ ആടിനെ മേച്ച് നടക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ആടിനെ നോക്കൽ മാത്രമാണ് പറ്റുള്ളൂ, അല്ലേ? അതെ, ആടിനെ നോക്കൽ മാത്രമേ പറ്റുള്ളൂ. ഇങ്ങനെ പറഞ്ഞ് അവസാനം ഇപ്പൊ അവിടെ എത്തും. ഖുർആൻ പറഞ്ഞു അദ്ദിം ഫിന്നാസി ബിൽ ഹജ്ജി യഅതൂക റിജാലൻ വഅലാ കുല്ലി ളാമിരിൻ എന്നല്ലേ. ഇബ്രാഹിം നബിയെ ഹജ്ജ് കൊണ്ട് വിളിക്കുക, മെലിഞ്ഞൊട്ടിയ ഒട്ടകപ്പുറത്തും നടന്നുകൊണ്ടും ആളുകൾ വരട്ടെ എന്ന. അപ്പൊ ഇനി വിമാനത്തിൽ ഹജ്ജിന് പോകാൻ പറ്റൂല, ബിദ്അത്താണ്. കാറിൽ പോകാൻ പറ്റൂല. ഈ രൂപത്തിൽ സലഫിസം തീവ്രത പ്രാപിച്ച് എവിടേക്കാണ് എത്തുന്നത് എന്നുള്ളത് ഇൻഷാ അല്ലാഹ് അത് മഗ്‌രിബിന് ശേഷം ബഹുമാന്യരായ ഉസ്താദുമാർ വിശദീകരിക്കുമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ ഉപസംഹരിക്കുന്നു. മഗ്‌രിബ് നിസ്കാരം പള്ളിയിൽ വെച്ചുകൊണ്ട് ജമാഅത്തായിട്ട് എല്ലാവരും നിസ്കരിച്ചിട്ട് എത്രയും പെട്ടെന്ന് നമ്മുടെ പരിപാടിയിലേക്ക് തിരിച്ചു വരണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, മഗ്‌രിബ് നിസ്കാരാനന്തരം ഉടനെ പരിപാടി ആരംഭിക്കും. നമ്മുടെ ബഹുമാനപ്പെട്ട പ്രാസംഗികന് തന്നെ വിഷയം അവതരിപ്പിക്കാനുള്ള സമയം ലഭിച്ചിട്ടില്ല. ബഹുമാനപ്പെട്ടവരും അതുകൂടാതെ നമ്മുടെ കേരളത്തിലെ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആവേശമായ ബഹുമാനപ്പെട്ട ഹമീദ് ഫൈലി അമ്പലക്കടവ്, അതുപോലെ തന്നെ സമസ്ത കേരള ജമിയത്തുൽ ഉലമായുടെ ജനറൽ സെക്രട്ടറി ആലിക്കുട്ടി ഉസ്താദ് എല്ലാവരും പങ്കെടുക്കുന്ന വലിയ പരിപാടി ആയതുകൊണ്ട് നിസ്കാരത്തിന് ശേഷം ഉടനെ എല്ലാവരും തിരിച്ച് ഈ ഇരിപ്പിടത്തിൽ വന്നിരിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ബഹുമാന്യരായ വേദിയിലെ മണ്ഡലം സുന്നിയോജന സംഘത്തിൻ്റെ പ്രഗത്ഭനായ ട്രഷറർ OMS തങ്ങളവറുകളെ, ബഹുമാന്യരായ ഷറഫുദ്ദീൻ ഹാജി ഉൾപ്പെടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, ഏതാനും സമയത്തിനകം ബഹുമാന്യരായ ഉസ്താദുമാർ നമ്മുടെ ഈ പരിപാടിയിൽ നമ്മെ അഭിസംബോധനം ചെയ്യാൻ വേണ്ടി കടന്നു വരികയാണ്. പുറത്തു നിൽക്കുന്ന സുഹൃത്തുക്കളെല്ലാവരും വേഗത്തിൽ സദസ്സിൽ വന്നുകൊണ്ട് നമ്മുടെ പരിപാടി ഭംഗിയാക്കണമെന്ന് ഈ സന്ദർഭത്തിൽ പ്രത്യേകം ഉണർത്തുകയാണ്. മാനവികത മൂല്യങ്ങളെ ചവിട്ടിമെതിച്ചുകൊണ്ട് പ്രയാണം നടത്തിക്കൊണ്ടിരിക്കുന്ന നശീകരണ പ്രസ്ഥാനങ്ങളെ സംബന്ധിച്ച് വ്യക്തമായ അവബോധം ഈ സന്ദർഭത്തിൽ നാം വെച്ചുപുലർത്തുക എന്നുള്ളതിൻ്റെ ആവശ്യകതയാണ് നമ്മുടെ ഈ ശീർഷകം നമ്മളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. വ്യാജമായ ഏറ്റുമുട്ടലുകൾ നടത്തിക്കൊണ്ട് നിരപരാധികളുടെ മേൽ ചാർത്തുന്ന ഏർപ്പാട് ഫാഷിസത്തിൻ്റെ ഒരു മുഖമുദ്രയാണെന്ന് നമുക്കറിയാം. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഒരുപാട് ബോംബ് സ്ഫോടനങ്ങൾ നടന്നു. ആ ബോംബ് സ്ഫോടനങ്ങളുടെ പേരിൽ നിരപരാധികളായ ചെറുപ്പക്കാർ ഒരുപാട് കാലം ജയിലിൽ കിടക്കേണ്ടി വന്നു. കിടക്കേണ്ടി വന്ന ചെറുപ്പക്കാരെല്ലാവരും മുസ്ലിങ്ങളായി എന്നുള്ളത്, ആ സങ്കടം ആരോടാണ് നമുക്ക് പറഞ്ഞു തീർക്കാൻ സാധിക്കുക? എല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ ഓരോ സ്വാമികളും പ്രഖ്യാപിക്കുകയാണ്, ഞങ്ങളാണ് ബോംബിട്ടത്, ഞങ്ങളാണ് അതിൻ്റെ പിന്നിൽ പ്രവർത്തനം നടത്തിയത് എന്ന്. ഇങ്ങനെയുള്ള ഒരു ആക്രമണ ശൈലി ഇസ്ലാം അംഗീകരിക്കുന്നില്ല. വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിൽ ഒരു ഗ്രാമത്തിൽ ഒരു വിഭാഗം ആളുകൾ ബോംബിട്ടു. ആ ബോംബിട്ട ആളുകൾ, അതിൻ്റെ പേരിൽ ആ ഗ്രാമത്തിൽ പിന്നീട് വലിയ സംഘർഷമുണ്ടായി.
ധാരാളം വീടുകൾ കൊള്ളയടിക്കപ്പെട്ടു, സ്ത്രീകൾ മാനഭംഗപ്പെടുത്തപ്പെട്ടു. ഈ ബോംബിട്ടയാള് അയാളെ പിടികൂടിയത് ബോംബിട്ടവന്റെ കയ്യിന്റെ വിരല് മുറിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അയാളെ പിടികൂടിയത് പിന്നെ എറണാകുളത്തുള്ള ഒരു ഹോസ്പിറ്റലിൽ വെച്ചിട്ടാണ്. അപ്പൊ ആ ബോംബിട്ട കക്ഷികൾപ്പെട്ട ഒരാള് ഒരു സംസാരത്തിനിടയിൽ പറഞ്ഞു, ഇതിന്റെ പേരിൽ ഞങ്ങളെ നിങ്ങൾ എന്തിനെ വിമർശിക്കണം? ഈ ശൈലി എന്ന് പറയുന്നത്, അഥവാ മതത്തിന് വേണ്ടി ജീവൻ പോലും അർപ്പിക്കുവാനുള്ള ഈ ശൈലി, അത് സഹാബിമാർ നമുക്ക് പഠിപ്പിച്ചു തന്നതല്ലേ എന്നോട് ചോദിക്കുകയുണ്ടായി. ഞാൻ ആ സുഹൃത്തിനോട് പറഞ്ഞു, അല്ല, സഹാബിമാർ ഒരിക്കലും തന്നെ ഒരു സ്ഥലത്ത് പോയിട്ട് അജ്ഞാതമായ രൂപത്തിൽ ആക്രമണം നടത്തിക്കൊണ്ട് പിന്നീട് അവരുടെ ശരീരത്തിന്റെ ചികിത്സയ്ക്ക് വേണ്ടി അവർ ഹോസ്പിറ്റലിൽ അവര് ചെന്ന് ചികിത്സിക്കുകയല്ല ചെയ്തത്. അവരൊരു വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങളാണ് ഇത് ചെയ്തത് എന്ന് വ്യക്തമായി പ്രഖ്യാപിക്കാൻ അവർ മുന്നോട്ട് വരുമായിരുന്നു. എന്നാൽ റെയിൽവേ സ്റ്റേഷനുകളിലും വ്യോമത്താവളങ്ങളിലും പല നാടുകളിൽ നിന്നുള്ള യാത്രക്കാരായ ആളുകൾ സംഗമിക്കുന്ന സ്ഥലങ്ങളിലുമെല്ലാം ചാവേറാക്രമണം നടത്തുക, ബോംബിടുക, അങ്ങനെ ഒരുപാട് നിരപരാധികളും അപരാധികളെ കൊല്ലാനെന്ന പേരിൽ നിരപരാധികളെ കൊന്നൊടുക്കുക, അപരാധികൾ സസുഖം വാഴുക, അതിന്റെ പേരിൽ പിന്നീട് അരാജകത്വമുണ്ടാവുക, ഇസ്ലാമിന്റെ മുസ്ലിമീങ്ങളുടെ ഭരണ അതുപോലെ രാഷ്ട്രീയ രംഗങ്ങളെല്ലാം താറുമാറായി പോവുക. ഇത്തരത്തിൽ ഒരു പ്രവർത്തന പാരമ്പര്യം ഒരിക്കലും ഇല്ല. ഇപ്പൊ ഈ അടുത്ത് ഹരിയാനയിലോ രാജസ്ഥാനിലോ ഏതോ ഒരു മന്ത്രിസഭയിൽ, ഒരു നിയമസഭയിൽ കണ്ണടയല്ലാത്ത ബാക്കിയെല്ലാം അഴിച്ചുവെച്ച ഒരു മനുഷ്യൻ, ജൈനമതത്തിന്റെ സ്വാമിയാണെന്നാണ് പറഞ്ഞത്. അദ്ദേഹം പ്രസംഗിച്ചു. ആ പ്രസംഗിച്ചപ്പോൾ മുഖ്യമന്ത്രിയും ഗവർണറൊക്കെ ഇങ്ങനെ അത്ഭുതത്തോടു കൂടി ഇങ്ങനെ നോക്കിയിരിക്കാം. എവിടേക്കാണ് അവർ നോക്കുന്നത് എന്ന് ആരും ചിന്തിച്ചില്ല. ഏതായാലും ആ സദസ്സിലേക്ക് അയാൾ കയറി വരുന്ന ആദ്യ സമയത്തുള്ള എല്ലാവരുടെ നോട്ടവും എങ്ങോട്ടായിരിക്കും പതിച്ചിട്ടുണ്ടാവുക? നമ്മൾ ചിന്തിക്കണ്ടേ? ഒരു മനുഷ്യൻ ഉടുതുണിയില്ലാതെ, ഒരു നൂൽബന്ധവും പോലും ഇല്ലാതെ, കാഴ്ചയ്ക്ക് വേണ്ടി ധരിച്ച കണ്ണടയല്ലാതെ ബാക്കി എല്ലാം അഴിച്ചു വെച്ചിട്ട് അങ്ങനെ പ്രസംഗിക്കുകയാണ്. വിരുത്തിയിരുന്നിട്ടാണല്ലോ പ്രസംഗിച്ചത്. നിങ്ങൾ നോക്കണം, ഇങ്ങനെ മനുഷ്യർക്ക് പോലും, മനുഷ്യന്റെ പരിഷ്കാരത്തിന് പോലും യോജിക്കാത്ത രൂപത്തിൽ പ്രാചീനമായ ഒരു തലത്തിലേക്ക് നമ്മുടെ സംസ്കാരത്തെ കൊണ്ടെത്തിക്കുന്ന ഈ സ്വഭാവം, ആ സ്വഭാവം ഒരിക്കലും തന്നെ ഒരു മതങ്ങളും തന്നെ അംഗീകരിക്കുന്നതല്ല. അപ്പൊ ഇത്തരത്തിലുള്ള സ്വഭാവം, അത് ഫാഷിസം ഒരു ഭാഗത്ത് നടക്കുമ്പോൾ അതിന് സമാനമായ സ്വഭാവഗതികൾ, നേരത്തെ സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞില്ലേ, പെണ്ണുങ്ങളെ യസീദി പെണ്ണുങ്ങളെന്നോ അങ്ങനെ ചില വിഭാഗം പെണ്ണുങ്ങളെ അടിമകളാക്കി വെക്കുകയും അവർക്ക് കൃത്രിമമായ കന്യകാത്വം വരെ വെച്ചുപിടിപ്പിക്കാൻ ഒക്കെ ശ്രമങ്ങൾ നടത്തുന്നു എന്നൊക്കെ പറയപ്പെടുന്നു. ഈ രൂപത്തിലുള്ള ഒരു ചെയ്തിയോടും ഒരു സംസ്കാരത്തോട് ഒരു മുറയോട് ഒരിക്കലും തന്നെ ഇസ്ലാമിന് യോജിക്കാൻ സാധിക്കുന്നില്ല. പക്ഷെ ഇവിടെ നമ്മൾ ഈ സന്ദർഭത്തിൽ നമ്മുടെ പ്രമേയം ഇവിടെ വ്യക്തമാക്കുന്നത് എന്താണ്? ഇങ്ങനെയുള്ള വിധ്വംസക സംഘങ്ങളൊക്കെ അതിനു വേണ്ടി ദുർവ്യാഖ്യാനിക്കുന്നത് ഇസ്ലാമിന്റെ പ്രമാണങ്ങളെയാണ് എന്നതാണ്. ആ ദുർവ്യാഖ്യാനപരതയെ വളർത്തിയെടുത്തതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് അത് സലഫിസമാണ് എന്ന് ചരിത്രം നമ്മെ ബോധ്യപ്പെടുത്തി തരികയാണ്. എത്രത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ലഇൻ അശ്റക്ത ലയഹ്ബതന്ന അമലുക, വിശുദ്ധ ഖുർആൻ പറഞ്ഞതാ, ലഇൻ അശ്റക്ത ലയഹ്ബതന്ന അമലുക, നബിയെ അങ്ങ് ശിർക്ക് വെക്കുകയാണെങ്കിൽ അങ്ങയുടെ അമലുകൾ പൊളിഞ്ഞു പോകും നബിയെ. ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ ജീവചരിത്രം വിശദീകരിച്ച ഈ ഗ്രന്ഥത്തിൽ പറയുന്നത് എന്താണ്? ഇതിന്റെ 116 പേജിൽ പറയുന്ന ഒരു പരാമർശം, ഇതൊക്കെ നമ്മൾ വളരെ ഗൗരവമായിട്ട് ആലോചിക്കേണ്ട കാര്യമാണ്. ഇതിന്റെ 116 പേജിൽ പറയാം, ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് പറഞ്ഞു. എന്താ പറഞ്ഞത്? യഥാർത്ഥ തൗഹീദ് എന്തെന്ന് പഠിക്കേണ്ടതിന്റെ ആവശ്യകതയാണ് ഈ ആയത്ത് വ്യക്തമാക്കുന്നത്. പ്രവാചകന്മാർ വരെ ഏകദൈവ വിശ്വാസത്തെക്കുറിച്ച് പഠിക്കേണ്ടതുണ്ട് എന്ന് ഖുർആൻ വിവരിക്കുമ്പോൾ മറ്റു മനുഷ്യരുടെ സ്ഥിതി എന്താണ്? നിങ്ങൾ നോക്കണം, പ്രവാചകന്മാർ വരെ
ഏകദൈവ വിശ്വാസത്തെക്കുറിച്ച് പഠിക്കേണ്ടവരാണ്. അപ്പൊ റസൂലുള്ളാഹിക്ക് ഇനി തൗഹീദിനെ കുറിച്ചൊന്ന് പഠിക്കണം. റസൂലുള്ളാഹിന്റെ പഠനം പൂർണ്ണമായിട്ടില്ല. നബിയുടെ തൗഹീദിൽ ചില പ്രശ്നങ്ങളുണ്ട്. അതിലേക്ക് സൂചിപ്പിക്കാൻ വേണ്ടിയാണല്ലോ ഖുർആൻ ഈ ആയത്ത് ഇറക്കിയത്. നബിയെ, അങ്ങാണ് ശിർക്ക് ചെയ്യുന്നതെങ്കിൽ, ശിർക്ക് വെക്കുന്നത് അങ്ങാണെങ്കിൽ പോലും അങ്ങയുടെ അമല് പൊളിഞ്ഞു പോകുമെന്ന് പറയുമ്പോൾ നബിയിൽ നിന്നും ഒരു ശിർക്ക് വരാനുള്ള ഒരു സാധ്യത അള്ളാഹു നമ്മുടെ മുമ്പിൽ വരച്ചു കാണിക്കുകയല്ലേ ചെയ്യുന്നത്. അപ്പൊ മുസ്ലിമീങ്ങളായിരിക്കെ മുസ്ലിം എന്ന ഐഡന്റിറ്റിയും മുസ്ലിമിന്റെ വിശ്വാസവും മുസ്ലിമിന്റെ എല്ലാ കാര്യങ്ങളും വെച്ച് പുലർത്തിക്കൊണ്ടിരിക്കെ തന്നെ ആ മുസ്ലിം മുശ്രിക്കുമാകും എന്ന് പറയുന്ന ഒരു സിദ്ധാന്തം, ആ മുസ്ലിമായിരിക്കെ തന്നെ അവൻ മുർത്തദ്ദാകും എന്ന് പറയുന്ന ഒരു ആശയം, ആ മുസ്ലിമായിരിക്കെ തന്നെ അവൻ അവിശ്വാസിയായിത്തീരും, അവൻ നരകവാസിയായിത്തീരും എന്ന് പറയുന്ന ഒരു ആശയം. ഈ ആശയത്തെ മുസ്ലിമിന്റെ നേതാവായ നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ പോലും വീക്ഷിക്കുന്നവരാണ് സലഫികൾ എന്നാണ് ഈ വായനയിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ ആയത്തിന്റെ താല്പര്യം എന്താണ്? ഖുർആൻ എന്ന് പറയുന്നത് കേവലം ചില വചനങ്ങളോ കേവലം ചില സൂക്തങ്ങളോ അല്ല, മറിച്ച് ഖുർആൻ എന്ന് പറയുന്നത് അഭിസംബോധിത സമൂഹത്തോട് വളരെ സാഹിത്യപരമായ ഉന്നതമായ നിലവാരത്തിൽ സംവദിക്കുന്ന ഒരു മഹാഗ്രന്ഥമാണ്. ആ നിലക്ക് ഇവിടെ ഖുർആൻ അഭിസംബോധനം ചെയ്യുന്നത് റസൂലിനോടാണെങ്കിലും ഖുർആൻ ഇവിടെ ഉദ്ദേശിക്കുന്നത് റസൂലിനെ അല്ല. മുഖ്തസറുൽ മആനി പോലെയുള്ള അറബ് സാഹിത്യം വിശദീകരിക്കുന്ന ഗ്രന്ഥങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഇവിടെ നബിയെ അങ്ങ് ശിർക്ക് വെക്കുകയാണെങ്കിൽ അങ്ങയുടെ അമല് പൊളിഞ്ഞു പോകുമെന്ന് പറയുന്നത് നബിയോടാണെങ്കിലും സൂചിപ്പിക്കുന്നത് മുശ്രിക്കീങ്ങളോടാണ്, അല്ലാതെ നബിയിൽ നിന്ന് ശിർക്ക് വരുന്നല്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു സാധ്യതയെക്കുറിച്ച് സംസാരിക്കുകയല്ല. നബിയിൽ നിന്ന് ശിർക്ക് വരില്ല. ശിർക്കെന്ന് പോയിട്ട് നബിയിൽ നിന്നൊരു തെറ്റുപോലും സംഭവിക്കില്ല. നബിമാരിൽ നിന്ന് ചെറുതോ വലുതുമായ ഒരു ദോഷവും അവരിൽ നിന്ന് വരില്ല. അവരുടെ ജീവിതത്തിന്റെ ഒരു മേഖലയിലും അത് സംഭവിക്കില്ല. അത് നുബുവത്തിന് മുമ്പാവട്ടെ, നുബുവത്തിന് ശേഷമാവട്ടെ, രഹസ്യമാവട്ടെ, മറന്നിട്ടാവട്ടെ, മനഃപൂർവ്വമാവട്ടെ, പരസ്യമാവട്ടെ, അവരിൽ നിന്ന് ഒരു തെറ്റും അവരിൽ നിന്ന് സംഭവിക്കില്ല. പക്ഷേ തെറ്റ് വരാനൊരു സാധ്യതയുണ്ട് എന്ന ഈ പരാമർശം ഇതൊരു വായനക്കാരിൽ ഉണ്ടാക്കുന്ന നബിയോടുള്ള വിശ്വാസത്തെ ഏത് രൂപത്തിൽ അത് അലങ്കോലപ്പെടുത്തും? ഈ അലങ്കോലപ്പെടുത്തുന്ന ഒരവസ്ഥയിലേക്ക് ആദ്യമായ പ്രഖ്യാപനം നടത്തിയത് ഏതാണ്? ഇങ്ങനെയുള്ള ഖുർആനിന്റെയും ഹദീസിന്റെയും പ്രമാണങ്ങളെ പ്രാമാണികരിലൂടെയല്ലാതെ നേർക്കുനേരെ മനസ്സിലാക്കാൻ ശ്രമിച്ച ഖവാരിജ് പ്രസ്ഥാനത്തിന്റെ നായകനായ ദുൽഖുവൈസിറത്തു തമീമിയല്ലേ? ദുൽഖുവൈസിറത്തു തമീമുകാരനായ ബനി തുമീമുകാരനായ ദുൽഖുവൈസിറ. ആ ദുൽഖുവൈസിറത്ത് അവരെന്താ പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഗനീമത്ത് സത്തിനെ വിഭജിക്കുന്ന സന്ദർഭത്തിൽ ഓരോരുത്തർക്കും എത്രയ്ക്ക് കൊടുക്കണമെന്ന് തീരുമാനിക്കുവാനുള്ള വിവേചനാധികാരം അല്ലാഹു റസൂലിന് കനിഞ്ഞു നൽകിയിട്ടുണ്ട്. ആയതിന്റെ അടിസ്ഥാനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇങ്ങനെ ഗനീമത്ത് സത്തുകളെ ജനങ്ങൾക്കിടയിൽ വിതരണം ചെയ്യുന്ന സന്ദർഭത്തിൽ ഒരൊറ്റ വിളിയ, യാ മുഹമ്മദ് യഅ്ദിൽ, മുഹമ്മദേ നീതിയോടുകൂടി ഒരുക്കണട്ടോ. അവിടെ യാ റസൂലല്ലാഹ് എന്നും വിളിച്ചിട്ടുണ്ട്. ഒരുപാട് റിപ്പോർട്ടുകൾ ആ വിഷയത്തിൽ സഹീഹുൽ ബുഖാരിയിൽ കാണാം. ചില റിപ്പോർട്ടിൽ കാണുന്നത് യാ മുഹമ്മദ് യഅ്ദിൽ എന്നാണ്, മറ്റു ചില റിപ്പോർട്ടുകളിൽ കാണുന്നത് യാ റസൂലല്ലാഹ് യഅ്ദിൽ എന്നാണ്. അപ്പൊ ദുൽഖുവൈസിറത്തു തമീമി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ച് റസൂലാണെന്ന് വിശ്വസിച്ചിരുന്നു. പക്ഷേ ദുൽഖുവൈസിറത്തു തമീമി ആ റിസാലത്തി എന്ന ഔദ്യോഗിക പദവിയിൽ മാത്രമാണ് വിശ്വാസമർപ്പിച്ചത്. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്ന് പറഞ്ഞാൽ നുബുവത്തിന്റെ 40-ാമത്തെ വയസ്സ് മുതൽക്ക് 63 വയസ്സ് വരേക്കുമുള്ള 23 കൊല്ലക്കാലത്തെ കാലഘട്ടത്തിലുള്ള ഔദ്യോഗിക പദവി വഹിച്ചു. നുബുവത്ത്, റിസാലത്ത് എന്നീ ഔദ്യോഗിക പദവിക്കാരൻ എന്നതിനപ്പുറം 40 വയസ്സിന് മുമ്പുള്ള പ്രവാചകൻ ഒരു പ്രത്യേകതയും ഇല്ല. പ്രവാചകന്റെ ജന്മത്തിൽ ഒരു പ്രത്യേകതയും ഇല്ല. പ്രവാചകൻ വഫാത്തായതിനു ശേഷം ഇനി പ്രവാചകന് ഒരു അസ്തിത്വവും ഒരു പ്രത്യേകതയും ഇല്ല. ഇനി പ്രവാചകന് 40 വയസ്സ് മുതൽ 63 വയസ്സ് വരേക്കും അവിടുത്തെ ശരീരത്തിനോ അവിടുത്തെ സംസാരത്തിനോ അവിടുത്തെ ആത്മാവിനോ അവിടുത്തെ ഇടപെടലിനോ എന്തെല്ലാം പ്രത്യേകതകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതെല്ലാം തന്നെ അവിടുത്തെ വഫാത്തോടുകൂടി തീർന്നുപോയി. അപ്പൊ റസൂലാണെന്ന് അവൻ പറഞ്ഞിരുന്നു.
പക്ഷേ മുഹമ്മദ് എന്ന നിലക്ക്, വ്യക്തി എന്ന നിലക്ക് റസൂലിന് പ്രത്യേകതയില്ല. ഇതല്ലേ ദുൽഖുവൈസിർ തമീമി ആവിഷ്കരിച്ചെടുത്ത നയം? ആ സിദ്ധാന്തത്തിന്റെ അടിസ്ഥാനത്തിലല്ലേ ഖവാരിജുകൾ വന്നത്? ആ സിദ്ധാന്തത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയല്ലേ സലഫിസവും ഇവിടെ പൊട്ടിമുളച്ചത്? അതുകൊണ്ടാണല്ലോ മഹോന്നതരായ വ്യക്തിത്വങ്ങളെ അവർ തച്ചു തകർത്തത്. ഈ പുസ്തകത്തിൽ തന്നെ പറയുന്നുണ്ട്. ഇതിന്റെ 111 പേജിൽ കൃത്യമായ ഈ ആശയത്തിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് എന്താ പറയുന്നത്? മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ ജീവചരിത്രം വിശദീകരിച്ചുകൊണ്ട് പറയാം, ആവശ്യമായ സാമ്പത്തിക സ്രോതസ്സുണ്ടെങ്കിൽ ശിർക്കിന്റെയും കള്ളദൈവങ്ങളുടെയും ആവാസ കേന്ദ്രങ്ങൾക്ക് ഒരു ദിവസത്തെ ആയുസ് പോലും അനുവദിക്കരുത് എന്നാണ് ഷെയ്ഖ് ഒരു സന്ദേശത്തിൽ അറിയിച്ചത്. ആരാധനയ്ക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുന്ന കെട്ടിപ്പൊക്കിയ ഖബറുകൾ, കൽവിഗ്രഹങ്ങൾ തുടങ്ങിയവയും ഭൂമുഖത്ത് അവശേഷിക്കരുത് എന്നും അദ്ദേഹം നിഷ്കർഷിച്ചു. രാഷ്ട്രീയ അധികാരം കൈവന്നപ്പോൾ ഷെയ്ഖ് ആദ്യം ചെയ്ത നടപടി സെയ്ദ് ബിൻ ഖത്താബിന്റേത് പോലുള്ള 100 കണക്കിന് ശവകുടീരങ്ങൾ പൊളിച്ചു മാറ്റുകയായിരുന്നു. മരിച്ചുപോയാൽ പിന്നെ ശവമാണ്. അതുകൊണ്ടാണല്ലോ ഇന്നകലാ തുസ്മിഉൽ മൗത, നബിയെ അങ്ങ് മരിച്ചവരെ കേൾപ്പിക്കൂല. ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് സലഫി പ്രസ്ഥാനക്കാർ പറയുന്ന വാദം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പോലും മരിച്ചവരെ കേൾപ്പിക്കാൻ സാധിക്കൂല. യഥാർത്ഥത്തിൽ വളരെ ലളിതമായ ഖുർആനിന്റെ സാഹിത്യത്തിന്റെ അഭിരുചി മനസ്സിലാക്കിയ ഏതൊരു വ്യക്തിക്കും മനസ്സിലാക്കാൻ സാധിക്കും. എന്താണ് അവിടെ ആ കേൾക്കൂല എന്ന് പറഞ്ഞാൽ? നമ്മൾ സാധാരണ പറയില്ലേ, എന്റെ കുട്ടി ഞാൻ പറഞ്ഞത് കേൾക്കണില്ല ഉസ്താദേ എന്ന് പറയാറില്ലേ? എന്റെ കുട്ടി ഞാൻ പറഞ്ഞത് കേൾക്കണില്ല ഉസ്താദേ എന്ന് പറഞ്ഞാൽ ആ പറഞ്ഞ കേൾവി ഏതാണ്? അത് ഡോക്ടറെ അടുത്ത് പോയി പറയുന്ന ആ കേൾവിയാണോ? എന്റെ കുട്ടിക്ക് കേൾവിയില്ല ഡോക്ടറെ എന്ന് പറയുമ്പോൾ ഡോക്ടർ എന്ത് ചെയ്യും? ചെവിയിലേക്ക് ടോർച്ചടിച്ചിട്ട് പാടക്ക് വല്ല തകരാറുമുണ്ടോ എന്ന് പരിശോധിച്ചിട്ട് മരുന്ന് നിർദ്ദേശിക്കും. പക്ഷേ ഉസ്താദിനോട് പറയാണ്, ഉസ്താദ് എന്റെ കുട്ടി ഞാൻ പറഞ്ഞത് കേൾക്കുന്നില്ല, മദ്രസക്ക് പോകാൻ വേണ്ടി പറഞ്ഞിട്ട് കേൾക്കണില്ല എന്ന് പറഞ്ഞ ആ കേൾവി ഏതാണ്? അത് അനുസരണയുടെ കേൾവിയാണ്. അല്ലാതെ സാധാരണ വായുപ്രവാഹത്തിൽ നിന്ന് തരംഗങ്ങളായി വരുന്ന ശബ്ദതരംഗങ്ങളുടെ കേൾവിയല്ല, മറിച്ച് അനുസരണയുടെ കേൾവിയാണ്. ആ കേൾവിയെ കുറിച്ചാ പറയുന്നത്. എന്താ പറയുന്നത്? നബിയെ അങ്ങ് വിഷമിക്കണ്ട. അങ്ങ് 40 വയസ്സ് മുതൽ 63 വയസ്സ് വരേക്കുമുള്ള 23 കൊല്ലക്കാലം അങ്ങ് ദീർഘമായി പ്രബോധനം നടത്തിയിട്ട് എത്രയോ ആളുകൾ വിശ്വസിച്ചെങ്കിലും ഒരുപാട് പേർ അതിനെ തള്ളിക്കളഞ്ഞില്ലേ? അങ്ങ് ആഗ്രഹിച്ച പലരും തള്ളിക്കളഞ്ഞില്ലേ? അങ്ങ് വരണമെന്ന് ആഗ്രഹിച്ച പലരും അങ്ങേ ധിക്കരിച്ചില്ലേ? അതിന്റെ പേരിൽ അങ്ങ് വിഷമിക്കേണ്ട നബിയെ. അങ്ങ് അവരെ കേൾപ്പിക്കൂല, അങ്ങ് പറയുന്നത് അവരെ അനുസരിക്കൂല. അവരുടെ ഹൃദയം മരിച്ചു പോയിരിക്കുന്നു, മരവിച്ചു പോയിരിക്കുന്നു. എന്നാൽ അവരെ കേൾപ്പിക്കാൻ, അവരെ അനുസരിപ്പിക്കാൻ അള്ളാഹുവിനാണ് കഴിയുക എന്ന് പറയുന്ന അനുസരണയുടെ കേൾവിയെപ്പറ്റി നബിയെ ആശ്വസിപ്പിക്കാനും നബിയെ പ്രോത്സാഹിപ്പിക്കുവാനും വേണ്ടി ഇറക്കിയ ആയത്തിനെ കുറിച്ച് കേവലം അതിന്റെ അസ്മഅ യുസ്മിഉ എന്നുള്ള അക്ഷരങ്ങൾ മാത്രമാണ് വായിക്കുക. അസ്മഅ യുസ്മിഉ എന്നുള്ള അക്ഷരത്തിന്റെ അർത്ഥം മാത്രം വായിച്ചിട്ട് മതവിധി പറയാം. ഇങ്ങനെ അക്ഷര വായനയിലൂടെ അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് മതവിധി പറയുന്ന ഒരു നയം, ഒരു ആശയത്തിന്റെ അടിത്തറ ഇവിടെ സ്ഥാപിച്ചതിന്റെ പിന്നിൽ ആധുനിക ലോകത്ത് സലഫിസത്തിന്റെ സ്വാധീനം ശക്തമാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ എത്രയോ കിതാബുകൾ, എത്രയോ ഗ്രന്ഥങ്ങൾ ഇന്ന് പുതിയ ഗവേഷണത്തിലൂടെ പുറത്തിറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ ഗവേഷണത്തിന്റെ ഫലമായിട്ട് ഇസ്ലാമിന്റെ യാഥാർത്ഥ്യമാണ് ഇവിടെ തച്ചു തകർക്കപ്പെടുന്നത്. അതിനുവേണ്ടി സ്വതന്ത്ര ചിന്താഗതിക്കാരെ വളർത്തണം, ചോദ്യം ചെയ്യുന്ന ആളുകളെ സൃഷ്ടിക്കണമെന്നാണ് ഇവർ പറയുന്നത്. ഈ പുസ്തകത്തിന്റെ തന്നെ 77-ാമത്തെ പേജ്, ഞാൻ കേവലം ഒരു പുസ്തകം മാത്രം ഉദാഹരണമായി പറയാം. ഇങ്ങനെയുള്ള അനേക ഗ്രന്ഥങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്, പക്ഷെ നമുക്ക് മനസ്സിലാക്കാൻ ഒന്ന് മതിയല്ലോ. ഈ പുസ്തകത്തിന്റെ 77-ാമത്തെ പേജിൽ പറയുന്നുണ്ട് എന്താണ്? ഷെയ്ഖിന് മുമ്പ്, ഷെയ്ഖാണ് വഹാബി പ്രസ്ഥാനത്തിന്റെ നായകനെ കുറിച്ച് പറയാം, ഷെയ്ഖിന് മുമ്പ് കുട്ടികൾക്ക് നൽകിയിരുന്ന മതവിദ്യാഭ്യാസം ചിന്തക്ക് സ്ഥാനമില്ലാത്ത തരത്തിലുള്ളതായിരുന്നു. പൂർവികരായ പണ്ഡിതന്മാർ പറഞ്ഞു വെച്ചത് അതേപടി ഉൾക്കൊള്ളാൻ മാത്രമേ വിദ്യാർത്ഥികൾക്ക് അനുവാദമുണ്ടായിരുന്നുള്ളൂ. ചോദ്യം ചോദിക്കാൻ അവർക്കാകുമായിരുന്നില്ല. സ്വതന്ത്ര ചിന്തകരായ പണ്ഡിതന്മാർ ഉണ്ടായാലേ മാറി ചിന്തിക്കാനുള്ള ശക്തി കുട്ടികൾക്ക് പകർന്നു കിട്ടൂ. ഇല്ലെങ്കിൽ നിലവിലുള്ള ആചാരങ്ങൾ അവ ഖുർആന് എതിരാണെങ്കിൽ പോലും ചോദ്യം ചെയ്യപ്പെടാതെ അവശേഷിക്കും. അപ്പോ നിലവിലുള്ള ആചാരങ്ങൾ, പരമ്പരാഗതമായ വിശ്വാസ ആചാരങ്ങൾ, ഇസ്ലാമിക സമൂഹങ്ങൾ, സ്വാലിഹീങ്ങൾ, ശുഹദാക്കൾ, ഔലിയാക്കൾ, ആരിഫീങ്ങൾ, ഇവരെല്ലാം അംഗീകരിച്ചു പോകുന്ന ആചാരങ്ങളും വിശ്വാസങ്ങളും ഖുർആനിന് വിരുദ്ധമാണ് എന്ന് പറയുക. അതിന് ഏറ്റവും പുതിയ ഉദാഹരണമാണ്
ഏറ്റവും പുതിയ ഉദാഹരണമാണ്. അതിന് ഏറ്റവും വലിയ അവരുണ്ടാക്കിയ ഒരു അടിത്തറയാണ് മക്കയിലും മദീനയിലൊക്കെ ഉണ്ടായിരുന്ന മുശ്രിക്കീങ്ങളെ പരമാവധി വെള്ള പൂശുക, എന്നിട്ട് മുസ്ലിമീങ്ങളെ കറുപ്പ് പൂശുക. എത്രത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നിലവിലുള്ള മുസ്ലിമീങ്ങൾ പ്രവാചകന്റെ കാലത്തുള്ള മുസ്ലിമീങ്ങളെക്കാൾ കടുത്ത മുശ്രിക്കീങ്ങളാണ് എന്നാണ് ഇവർ പറഞ്ഞു വരുന്നത്. അതിനൊരു ഉദാഹരണം ഇതിന്റെ 71-ാമത്തെ പേജിൽ പറയുന്നത് എന്താണ്? കണ്ടോ, പ്രവാചകന്റെ കാലത്തെ ബഹുദൈവാരാധനയേക്കാൾ കടുത്തതായിരുന്നു ഇക്കാലത്തുണ്ടായിരുന്നത്. ഇതിന്റെ 131-ാമത്തെ പേജിലും അതേ ആശയം പറയുന്നുണ്ട്. പ്രവാചകന്റെ കാലത്തുള്ള അബൂജഹൽ, ഉത്ബത്ത്, ശൈബത്ത് ഇവരെക്കാട്ടിലൊക്കെ വളരെ മോശമായ, കണ്ടോ ഇതിന്റെ 131-ാമത്തെ പേജിൽ പറയാം, പ്രവാചകന്റെ കാലത്തെ ബഹുദൈവാരാധകരെക്കാൾ കടുത്ത ബഹുദൈവാരാധനയാണ് സമകാലീനരായ മുസ്ലിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കണ്ടോ, പ്രവാചകന്റെ കാലത്തുള്ള ബഹുദൈവ വിശ്വാസത്തെക്കാൾ കടുത്ത ബഹുദൈവാരാധനയാണ്. എന്നിട്ട് കൃത്രിമമായ ചരിത്രങ്ങൾ നിർമ്മിക്കുകയാണ്. ഖുർആൻ പറയാണ്, അഫറഅയ്തുമുൽ ലാത്ത വൽ ഉസ്സ വമനാത സാലിസത്തുൽ ഉഖ്റാ. അഫറഅയ്തുമുൽ ലാത്ത വൽ ഉസ്സ വമനാത സാലിസത്തുൽ ഉഖ്റാ. 3 ദൈവങ്ങളെ കുറിച്ച് ഖുർആൻ പറഞ്ഞു. ഇതൊക്കെ കൽ ബിംബങ്ങളായിരുന്നു, കല്ലുകൊണ്ടുണ്ടാക്കപ്പെട്ട ബിംബങ്ങളായിരുന്നു. ലാത്തയും ഉസ്സയും മനാത്തയുമെല്ലാം. ഇതില് ലാത്ത എന്ന് പറയുന്നത് പ്രാചീന കാലത്ത്, ജാഹിലിയ കാലത്ത് ജീവിച്ചിരുന്ന ഒരു മനുഷ്യനായിരുന്നു. ആ മനുഷ്യന്റെ സ്മരണാർത്ഥം നിർമ്മിക്കപ്പെട്ട വിഗ്രഹമാണ്, ബിംബമാണ് ലാത്ത് എന്ന് ഖുർആൻ പറയുന്നത് എന്നൊരു വ്യാഖ്യാനം തഫ്സീറുകളിൽ കാണാം. ആ ലാത്ത ആരായിരുന്നു? ആ മരിച്ചുപോയ ലാത്ത ആരായിരുന്നു? നമ്മുടെ തഫ്സീറുകളിൽ കാണാം, വക്കാനല്ലാത്തു ലാത്ത് എന്ന് പറയുന്ന ഈ മനുഷ്യനായിരുന്നു മുശ്രിക്കീങ്ങൾക്ക് വേണ്ടി വക്കാന യലിത്തു സവീഖലിൽ മുശ്രിക്കീന, മുശ്രിക്കീങ്ങൾക്ക് വേണ്ടി പായസം ഇളക്കി വിളമ്പിക്കൊടുക്കാറുള്ള ആളായിരുന്നു. വക്കാന യഖൂമു അലാ ആലിഹതിഹിം. ലാത്ത ബഹുമാനനായ നാം ഏറെ പ്രതീക്ഷിക്കുന്ന ഈ വിഷയത്തിൽ സമഗ്രമായി നമ്മളോട് സംസാരിക്കാൻ വേണ്ടി ഇവിടെ സംബന്ധിച്ച ബഹുമാന്യരായ അബ്ദുൽ ഹമീദ് ഫൈദ് ഉസ്താദ് വേദിയിലെത്തി. ഞാൻ എൻ്റെ പ്രസംഗം നിർത്തുകയാണ്. പറഞ്ഞു വെച്ച ആ വിഷയം 1-2 വാക്കുകൾ കൊണ്ട് അവസാനിപ്പിക്കുന്നു. പിന്നെ അപ്പൊ ഞാൻ ഈ ഒറ്റ കാര്യം കൂടി പറയാം. ഈ ലാത്ത എന്ന് പറയുന്നത് വക്കാന യലിത്തു സവീഖലിൽ മുശ്രിക്കീൻ, ഹജ്ജിന് വരുന്ന മുശ്രിക്കീങ്ങൾക്ക് വേണ്ടി പായസം ഇളക്കി വിളമ്പി കൊടുക്കാറുണ്ടായിരുന്ന ആളാണ് ലാത്ത. വക്കാന യഖൂമു അലാ ആലിഹതിഹിം. ഈ ലാത്ത എന്ന് പറയുന്ന മനുഷ്യൻ വിഗ്രഹങ്ങളുടെ സേവകനായിരുന്നു എന്നാണ്. വിഗ്രഹ സേവകനായിരുന്നു എന്നാണ്, അവ പൂജാരിയായിരുന്നു എന്നാണ്. എന്നാൽ ഇബ്ൻ അബ്ദുൽ വഹാബ് ആ ചരിത്രത്തെ അട്ടിമറിച്ചു. അദ്ദേഹത്തിന്റെ കശ്ഫ് ശുബ്ഹാത്തിന്റെ 25-ാമത്തെ പേജിൽ എഴുതി, വകാന ലാത്തു റജുലൻ സാലിഹൻ വഖസദഹു നാസ്. ലാത്ത എന്ന് പറയുന്നത് ഒരു സാലിഹായ മനുഷ്യനാണ്, പക്ഷേ ജനങ്ങളുടെ അവരുടെ ആവശ്യത്തിന് വേണ്ടി അദ്ദേഹത്തെ സമീപിച്ചു എന്നതാണ് ശിർക്കാവാൻ കാരണം. നിങ്ങൾ നോക്കണം, ലാത്ത ഒരു വിഗ്രഹ പൂജാരിയായിരുന്നു എന്നുള്ള ചരിത്രത്തെ അട്ടിമറിച്ചിട്ട് ലാത്ത വക്കാന റജുലൻ സാലിഹൻ, സാലിഹായ റജുലായിരുന്നു എന്ന ഒരു കള്ളവാദം ഇവിടെ കൊണ്ടുവന്നു. ഇതൊരു ഉദാഹരണമാണ്. അപ്പോ സലഫിസം എന്ന് പറയുന്ന ഈ ഇസം ഇവിടെ ഉണ്ടാക്കിയെടുത്ത ഒരുപാട് വാദഗതികൾ, ഒന്ന് മുസ്ലിമീങ്ങൾക്കെതിരിൽ കുഫ്രാരോപണം, മുസ്ലിമീങ്ങൾക്കെതിരിൽ ബിദ്അത്ത് ആരോപണം, അതുപോലെ പ്രമാണങ്ങളുടെ അക്ഷരവായന, അതുപോലെ മഹാരഥന്മാരോടുള്ള മുസ്ലിമീങ്ങളുടെ ഹൃദയബന്ധത്തെ വേരറുക്കൽ, അതുപോലെ തന്നെ ഖുർആനിന്റെയും ഹദീസിന്റെയും അതുപോലുള്ള പ്രമാണങ്ങളെയും പ്രാമാണികരായ പാരമ്പര്യ വ്യാഖ്യാനത്തിൽ നിന്ന് വഴിമാറിക്കൊണ്ട് സ്വതന്ത്ര വ്യാഖ്യാനം കൊടുക്കൽ, ഈ തരത്തിലുള്ള ഒരു ഇസമാണ് സലഫിസം. ആ സലഫിസത്തിന്റെ ആശയാടിത്തറയിൽ നിന്നാണ് ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്ന, നമ്മുടെ മാധ്യമങ്ങളിലൊക്കെ ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന, പുതിയ സംഭവവികാസങ്ങളിലൊക്കെ നാം ഏറെ കൂടുതൽ നിരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ പറയുന്ന മുഴുവൻ സംഭവവികാസങ്ങളുടെയും അടിത്തറ പാകുന്നതിൽ സലഫിസം വിജയിച്ചു എന്ന് നമ്മൾ പറഞ്ഞാൽ അതൊരിക്കലും തെറ്റല്ലാത്ത വിധം കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണമെന്ന് മാത്രം ഈ സന്ദർഭത്തിൽ ഞാൻ എൻ്റെ വാക്കുകൾ പറഞ്ഞുകൊണ്ട് ഉപസംഹരിക്കുന്നു. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.